നമുക്ക് ഒരാളുണ്ട് കലാഭവനിൽ, ആദ്യത്തെ വനിതാ ആർട്ടിസ്റ്റ്, ലേഡി ആർട്ടിസ്റ്റാണ് തെസ്നിയോട് നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് ചോദിക്കും. തെസ്നി കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണോ അതോ ഡാൻസുകാരിയായിട്ടാണോ ഗായികയായിട്ടാണോ കലാഭവനിൽ എത്തിയത്? ഞാൻ കലാഭവനിൽ വരാൻ കാരണം എൻ്റെ ഉപ്പച്ചി കാരണമാണ്. ഓക്കെ. അപ്പോൾ അത് എൻ്റെ ഉപ്പച്ചി എന്ന് പറയുന്നത് പ്രൊഫസർ അലിഖാൻ മജീഷ്യനാണ്. അപ്പോൾ കലാഭവനിൽ ക്ലാസ് എടുത്തിരുന്നു അന്ന്. പിന്നെ ഒരുപാട് മാജിക് ഷോ കലാഭവൻ മുഖാന്തരം എൻ്റെ ഫാദർ ചെയ്തിരുന്നു. ഒരുപാട് സ്ഥലത്ത് ബാലച്ച മുഖാന്തരം ഒരുപാട് സ്റ്റേജ്. ദാസേട്ടൻ്റെ പിന്നെ ഗാനമേളയും എൻ്റെ ഫാദറിൻ്റെ മാജിക് ഷോ ഉണ്ടാവും ഒരു സ്റ്റേജിൽ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫാദർ എറണാകുളത്തിൻ്റെ സെറ്റിലാവാൻ കാരണം. അപ്പം ഞാൻ കുറച്ച് പഠിക്കുന്ന സമയത്തെ പഠിക്കാൻ കുറച്ച് ബാക്കോട്ടാണ്. ഇല്ല, മാജിക് എൻ്റെ ഫാദറുടെ കൂടെ ഞാൻ ചെറുപ്പം മുതലേ 4 വയസ്സ് മുതലേ മാജിക് ഷോ സ്റ്റേജിൽ കയറുമായിരുന്നു. അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ ഫാദറിൻ്റെ. അപ്പോൾ പഠിക്കാൻ മോശമായപ്പം എൻ്റെ ഉപ്പച്ചി വിചാരിച്ചു ഇവളെ ഇനി ഡോക്ടറാക്കിയാലും ടീച്ചറാക്കിയാലും ഒന്നും ഒരു രക്ഷയില്ല, ഇവളെ കലാപരമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു വഴി ആ ബലച്ചിൻ്റെ അടുത്തൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്കൊരു മോളുണ്ട് തെസ്നി കാമ്പേരെ, കുറച്ചൊക്കെ ഡാൻസ് ചെയ്യും, മോണാക്ട്, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മോണാക്ടിനൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോകാലികാനെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ കലാഭവനിൽ പരിചയപ്പെടുത്തുന്നത്. ഇയാൾ എന്തോന്ന് ചെയ്യുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ അച്ഛൻ ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും. ആണോ, ഒന്ന് ഇവിടെ ഒരു ട്രൂപ്പുണ്ട്, ഡാൻസിന് പ്രോഗ്രാമിന് വന്നോ, പിന്നെ ഗാനഭൂഷണത്തിന് ചേർന്നോളാൻ പറഞ്ഞു അവിടെ. അപ്പോൾ ഗാനഭൂഷണത്തിന് അന്ന് ഫീസ് 25 രൂപയാണ്, ഡാൻസിന് അന്ന് പിന്നെ പ്രോഗ്രാമിന് പോയാൽ പൈസയും കിട്ടും. അപ്പം ഞാനവിടെ അന്ന് ഡാൻസ് പ്രോഗ്രാം ഞങ്ങളുടെ കൂടെ 5 ഗേൾസ് ഉണ്ട്. ഈ 5 ഗേൾസും പിന്നെ മിമിക്രിക്കാരും ഉണ്ടാവും. അതിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാറായ ജയറാമേട്ടൻ, പ്രസാദേട്ടൻ, റഹ്മാൻ ക, നാരായണൻകുട്ടി, അനിൽ ക, ഇവരൊക്കെ അന്ന് മിമിക്രിയുടെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് അവരുടെ മിമിക്രി, ഞങ്ങളുടെ ഡാൻസ് അവരുടെ മിമിക്രി, അങ്ങനെയാണ്. അപ്പം അച്ഛന് 75 രൂപ വരും. ആദ്യത്തെ പ്രതിഫലം 75 രൂപയാണ്. അപ്പോൾ 75 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 25 രൂപ ഗാനഭൂഷണം ഫീസ് കൊടുക്കും, 50 രൂപ വീട്ടിൽ കൊടുക്കും. അങ്ങനെയായിരുന്നു ഫസ്റ്റ്. ഞാനിപ്പോൾ കലാഭവനിൽ ഡാൻസിനാണെങ്കിലും പിന്നെ സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയത് റഹ്മാൻ ക കാരനാണ്. അത് ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അന്ന് ഈ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന വീഡിയോ കാസറ്റ്, അന്ന് ചാനലുകളൊന്നും ഇല്ല, ആകെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാസറ്റ് തരംഗം അന്ന് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അന്ന് ഫസ്റ്റ് വീഡിയോ കാസറ്റ് മിമിക്രി സ്കിറ്റും ജാഫർക്ക ഞാനൊക്കെ ഉണ്ടതിൽ. ഞങ്ങളെ റഹ്മാൻക്കാണ് അത് ഇറക്കുന്നത് ഫസ്റ്റ്. ഭയങ്കര ഹിറ്റാണ്. അല്ല, തെസ്നി ഒരുപാട് കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ മനോഹരമായിട്ട് ഷീലാമയെ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് തെസ്നി. മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു ഞാൻ. സ്കിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഷീലാമയുടെ കൂടെ ഒരു പടം ചെയ്തു, മിസ്റ്റർ മരുമകൻ. അപ്പൊ ഷീലാമയുടെ കൂടെയാണ് ത്രൂ ഔട്ട് ഞാൻ ഷീലാമയുടെ പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഷീലാമയുടെ ഓരോ ചലനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയതാ. ഷീലാമയുടെ മുമ്പിൽ ഞാൻ കാണിച്ചപ്പോ ഷീലാമോന് ശരിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എനിക്ക് ചെയ്താലെന്താ, ഒരു മധു ആരെങ്കിലും ആവാണെങ്കിൽ ഞാൻ ഷീലാമയാവും. നമ്മുടെ ചെമ്മീനിലെ ഒരു ഡയലോഗ് പറഞ്ഞ ഞാൻ ചെമ്മീനിലെ ഡയലോഗ് നമ്മുടെ ഹനീഫുക, കരുത്തമ്മേ നീ കടാപ്പുറം വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്തെല്ലാം പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും, നീ ഒന്ന് ഇറങ്ങി വരണം. എൻ്റെ കൊച്ചു മുതലാളി എന്നെ വിളിക്കരുത്, കാരണം തുറക്കാരെ കണ്ടാൽ പിന്നെ എന്നെ വിളിക്കരുത് കൊച്ചു മുതലാളി, വിളിക്കരുത്.